ചിലപ്പോഴൊക്കെ നമ്മൾ കാര്യങ്ങൾ എത്രത്തോളം പ്ലാൻ ചെയ്താലും എത്രത്തോളം പ്രോപ്പർലി ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കും. അത് വെച്ച് നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. ഓൺ ദ ഗോ നമ്മൾ എത്രയാ നമ്മളെ കൊണ്ട് പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ പോകണം. ഇത് വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പീസ്, സ്പെഷ്യലി വർക്കിംഗ് മദറിനെ സംബന്ധിച്ചിട്ട് വീട്ടിൽ കാര്യങ്ങൾ ഈസി ആയിട്ട് എങ്ങനെ കൊണ്ടുപോവുക, എങ്ങനെയാണ് കിച്ചൺ മാനേജ്മെന്റ് പ്രോപ്പർലി ചെയ്യുക, ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു വിൽ ലൈക്ക് ദിസ് വ്ളോഗ്. ആൻഡ് ഓൾസോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുകൊണ്ട. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ്. ഇപ്പം ഞാൻ ഈ ഇടയ്ക്കായിട്ട് കഴിഞ്ഞ 2-3 വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മോർണിംഗ് പ്രാക്ടീസസ് ഇങ്ങനെ പ്രോപ്പർലി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു വായിക്കുന്നൊരു ബുക്കുണ്ട്, അതിന് ബേസിസിലാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഞാൻ ചെയ്യാൻ, എങ്ങനെയാണ് കാര്യങ്ങൾ പ്രോപ്പർലി ചെയ്യുക, അതായത് ഫുൾ ഞാൻ ഇങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്തിട്ട് മൈ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ അങ്ങനെയൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ആക്കുന്നത്. ഇൻഷാല്ലാ അപ്കമിങ് വ്ളോഗ്സിൽ അത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ വന്ന് ചായ ഇടുന്നതായിരുന്നു പരിപാടി. ശരിക്കും പറഞ്ഞാൽ ചായ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ സൈഡ് ബൈ സൈഡ് ഞാൻ ബാക്കി പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഒന്ന് തിരിഞ്ഞപ്പോൾ തന്നെ അതാ പാലൊന്ന് ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ചൂടോടെ തന്നെ ജസ്റ്റ് ഒന്ന് തണുത്തൊരു ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അധികം നമുക്ക് പിന്നീട് അതൊന്നും ടാസ്ക് ആയിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പം ഡേ ബിഫോർ ലഞ്ചിന് സാമ്പാറായിരുന്നു വെച്ചത്, സാമ്പാറും ചോറും ചിക്കൻ പൊരിച്ചതും. അപ്പൊ അങ്ങനെ എൻ്റെ ഒരു വീക്കിന്റെ മീൽ പ്ലാനിങ് പ്രകാരം ഉച്ചയ്ക്ക് ലഞ്ചിന് സാമ്പാറാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് സാമ്പാർ കൊണ്ടുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി ഇഡ്ലി ദോശ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വ്ളോഗിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പ്ലാൻ ചെയ്ത മാതിരി കാര്യങ്ങൾ നടക്കത്തില്ലെന്ന്. ഈ ദോശ ബാറ്ററിന് വെച്ചിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാല് രാവിലെ എനിക്ക് ദോശ ബാറ്റർ ഇത്രയും പൊന്തി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ദോശ, ഇഡ്ലി ഇതൊക്കെ ഞാൻ വെരി റീസെന്റ് ആണ് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പം ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇഡ്ലി ആക്കിയപ്പം അത് ആക്ച്വലി കറക്റ്റ് ആയിട്ട് വേവുന്നുണ്ടായിരുന്നില്ല എന്നല്ല, പക്ഷെ പ്രോപ്പർലി ഇഡ്ലി പൊന്തി വരുന്നുണ്ടായിരുന്നില്ല. അത് ഭയങ്കര സോഫ്റ്റ്, അതായത് ഇഡ്ലിയുടെ ആ ഒരു സ്ട്രക്ചറെ, അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയെ മാറിപ്പോയത് പോലെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരുമാതിരി ആയിപ്പോയി. എന്ന് വെച്ചാല് ഞാൻ ഈ അടുത്തായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇഡ്ലി പ്രോപ്പർലി നല്ല ഇഡ്ലി വരുമായിരുന്നു എപ്പോഴും, പക്ഷെ ഇതായിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ റൈസ് ഇട്ടത് കൂടിപ്പോയി. അത് മാത്രമല്ല, അതിനകത്ത് ഞാൻ നമ്മുടെ അവലല്ലേ, അവലും കൂടി ചേർത്തിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കും, കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കും. അതായത് ഇന്നിപ്പോൾ ഇഡ്ഡലി എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെയോ ഇല്ലെങ്കിൽ നാളെ രാത്രിയോ ദോശ ആക്കാൻ പറ്റും. ഈ ഫ്രിഡ്ജൊക്കെ വെച്ച് എടുത്താൽ എനിക്ക് ഇഡ്ഡലി അത്ര പ്രോപ്പർ ആയിട്ട് വരുന്ന മാതിരി തോന്നാറില്ല. അപ്പൊ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഓർ നെക്സ്റ്റ് ഡേ ഈവനിങ് കറിയുടെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ദോശ വേറെ എന്തെങ്കിലും ചട്നിയുടെ കൂടെയോ അങ്ങനെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് 2 നേരത്തെ ഉള്ള ഒരു മീല് നമ്മള് സെറ്റായി കഴിഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പം വരത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലിയെല്ലാം ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചട്നി ആക്കിയത്. പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇന്നലെ വെച്ച സാമ്പാറായിരുന്നു. ഫ്രിഡ്ജിൽ അപ്പം തന്നെ നമ്മൾ കഴിച്ച അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല കേട്ടോ. പിറ്റേന്ന് അത് എടുക്കാൻ പറ്റും, ഒരു കേടും കൂടാതെ നിൽക്കും. പക്ഷേ നമ്മൾ വൈകുന്നേരം രാത്രി വെക്കാനായിട്ടൊന്നും നിൽക്കണ്ട. സാമ്പാറിൽ പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട് രാത്രി വരെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് കേട് ആവുന്ന മാതിരി തോന്നാം. അതുകൊണ്ട് ഉച്ചക്ക് ലഞ്ച് കഴിച്ചുപാടെ എടുത്തു വെക്കണം. പിന്നെ രാത്രിയും സാമ്പാർ കൂട്ടുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി ചൂടാക്കി അങ്ങനെ എടുത്തു വെക്കാം. പക്ഷെ നമുക്ക് ഇവിടെ രാത്രി സാമ്പാർ അധികം പോകില്ല കേട്ടോ, അങ്ങനത്തെ വെജിറ്റബിൾസ് ഒന്നും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ, എൻ്റെ ഫോണിലെ മെമ്മറി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഓരോ വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ആക്കി അങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രോപ്പർ എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ മെനു എന്താന്ന് വെച്ചാല് ടൊമാറ്റോ റൈസ് അല്ലേ, ടൊമാറ്റോ റൈസും പൊട്ടാറ്റോ ഫ്രൈയും പിന്നെ വന്നിട്ട് തിരണ്ടി എന്ന് പറഞ്ഞൊരു മീന്, അതായിരുന്നു. ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു നമ്മുടെ മീൻ വിൽക്കാനായിട്ട് ഒരു ചേട്ടൻ വരും. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷെ എനിക്ക് അത്ര അങ്ങ് പിടിച്ചില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് കറികളൊന്നും ഉണ്ടാക്കുന്ന ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫുൾ ഡേ വർക്ക് വരുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഇതുമാതിരി മെയിൽ പ്ലാൻ ചെയ്യുക. അതായത് പെട്ടെന്ന് കഴിയേണ്ട സംഭവങ്ങളല്ലേ. ഇപ്പൊ രാത്രിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ബീഫ് കീമ എന്ന് പറയും. യൂഷ്വലി ഞാൻ ആലു ബീഫ് കീമ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ആലു ഓൾറെഡി പൊട്ടറ്റോ ഉച്ചയ്ക്ക് ഫ്രൈ ചെയ്തത് കൊണ്ട് രാത്രി അത് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഈ ബീഫ് കീമ ആയിട്ട് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ പോയി കീമ പരുവത്തിലാക്കി തരാൻ പറഞ്ഞാൽ മതി. ഇതൊന്ന് കുക്കറിൽ വേവിക്കുന്ന ആവശ്യമില്ല. അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ്. ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഉച്ചയ്ക്ക് മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. രാത്രി ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈങ് പാനിൽ ഇട്ടാൽ 10-15 മിനിറ്റ്സ് മാക്സിമം ഇത് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ സൈഡിൽ പൊട്ടറ്റോ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ തക്കാളി റൈസും ആവുന്നുണ്ട്. തക്കാളി റൈസിന്റെ റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യുന്നില്ല. എന്റെ മുമ്പത്തെ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് സവോള എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തക്കാളി ഞാൻ കംപ്ലീറ്റ്ലി പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടാണ് ഇതിന് മുകളിലിട്ട് കൊടുക്കുന്നത്. കുറച്ച് മസാല എങ്ങനെ പിന്നെ അതിന്റെ മുകളിൽ വേവിച്ച റൈസ് ഇട്ട് കൊടുത്തിട്ട് കൊറിയാണ്ടർ ലീവ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആയാൽ നമ്മുടെ സംഭവം റെഡിയായി കിട്ടി. പൊട്ടറ്റോയും സൈഡിൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഉച്ചക്ക് ലഞ്ച് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പം ഫോണിന്റെ സ്പേസ് തീർന്നതാണ്. എനിക്കിന്നൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ ആ ഒരു കുക്കിംഗ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വ്ലോഗ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഫോണിലുള്ള എന്റെ നേരത്തെ എടുത്ത എല്ലാ വ്ലോഗ്സിന്റെ ക്ലിപ്സ് എല്ലാം ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കി എന്റെ ഫോണിലെ പേഴ്സണൽ വീഡിയോസും അതെല്ലാം എനിക്ക് മാറ്റണം. അതുകൊണ്ടാണ് സ്പേസ് തീർന്നു പോയതാണ്. അതിനൊന്ന് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പൊ എടുക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറെ വർക്കും പരിപാടികളും ബാക്കി ഉണ്ടായിരുന്നു. എവിടെയും പോയിട്ടില്ല. ഇപ്പൊ രാത്രി 9 ആയി. ഞാൻ ഓൾറെഡി ബീഫ് കീമാക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പം രാത്രി ഡിന്നറിന് ബീഫ് കീമയും പിന്നെ ബ്രെഡ് ടോസ്റ്റും ആണ്. ഫ്രഞ്ച് ടോസ്റ്റ്, ബ്രെഡ് ടോസ്റ്റ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോവാം. എത്രത്തോളം ആവുമെന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇപ്പൊ ആക്ച്വലി 10 മിനിറ്റ്സ് ആണ് റെക്കോർഡിംഗ് ടൈം ഇതിനകത്തുള്ളത്. ഞാൻ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ വീഡിയോയില് സ്പേസ്, അതായത് ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ രാത്രിത്തെ ഡിന്നറിനുള്ളത് ഓൾറെഡി നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചല്ലോ. എന്നിട്ട് ഇത് ഉണ്ടാക്കാനായിട്ട് സവോള ബേസിക് ആയിട്ട് ചോപ്പ് ചെയ്ത് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ആ ഒരു ബീഫ് കീമ അല്ലേ, അത് ഇതിന്റെ മുകളിൽ ഇട്ടാൽ മതി. ആലു ബീഫ് കീമയാണ് ആക്കുന്നെങ്കിൽ ബീഫ് ഒരു 3/4 കുക്ക് ആകുമ്പോൾ കുറച്ച് പൊട്ടറ്റോസ് കംപ്ലീറ്റ്ലി ചെറിയൊരു പീസാക്കി ഇട്ട് കൊടുത്താൽ വിത്തിൻ 10 മിനിറ്റ്സ് അതും കൂടി ആയി കിട്ടും കേട്ടോ. പൊട്ടറ്റോ എൻ്റെ ഉച്ചയ്ക്ക് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ആലു ബീഫ് കീമ ആക്കിയില്ല. എന്നിട്ട് സൈഡിൽ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ആണ് എടുക്കുന്നത്. ബ്രെഡ് ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. മുട്ട, പാല്, പഞ്ചസാര നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഏലക്ക 2-3 ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ടാല് നമ്മുടെ ജസ്റ്റ് ഒന്ന് ഗീയിൽ ഫ്രൈ ആക്കി എടുക്കുക. പക്ഷെ ഗീ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തത് ബട്ടറിലായിരുന്നു. അതാണെങ്കിലും മതി. അപ്പൊ നമ്മുടെ ഡിന്നർ റെഡി ആക്കിയിട്ടുണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പം വർക്കിംഗ് വുമനെ സംബന്ധിച്ച് ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ അധികം വർക്ക് ലോഡ് ആയിട്ട് തോന്നത്തില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ ബൈ. ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.